അവൻ എന്നെ തോൽപ്പിക്കണം. അതിനവൻ കണ്ടുപിടിച്ച ഏറ്റവും നല്ല മാർഗം ഇതാ. ഇനി നമ്മുടെ കടയ്ക്ക് കച്ചവടം കുറയുമല്ലോ, ബാലൻ തോക്കുമല്ലോ. അവന്റെ മുന്നിൽ ഈ ബാലൻ തോറ്റു നിൽക്കണം. അവൻ അത്രയ്ക്കായോ? അവനൊരു കട തുടങ്ങിയെന്ന് കേട്ടപ്പോ ഞാൻ സന്തോഷിച്ചു. പക്ഷെ അവൻ നമ്മളോട് ഇങ്ങനെ ഒരു ചതി കാണിച്ചോ? ഇത് ചോദിച്ചേ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ പോവാ. അവിടെ നിന്നേ. ഇത്രേ, നീ എന്റെ കയ്യിൽ നിന്ന് വിടെ. എനിക്ക് അവനോട് 2 വർത്താനം പറയണം. അപ്പച്ചി ഒന്ന് അടങ്ങ്. അവനെ സ്വന്തം മോനെ പോലെ കണ്ട് സ്നേഹിച്ച ആളാ എന്റെ ഈ ബാലേട്ടൻ. ആ ബാലേട്ടനോട് അവൻ ഈ ചതി കാണിച്ചില്ലേ? അവന്റെ കട ഞാൻ ഇന്ന് പൂട്ടിക്കും. എന്നിട്ട് ഞാൻ അടങ്ങും. പറയുന്ന കേക്ക് അപ്പച്ചി. നിക്കവിടെ. എങ്ങോട്ടാ പോകുന്നത്? ബാലേട്ട, ആ കട അവൻ നടത്താൻ പാടില്ല. ചെല്ല്, എല്ലാവരും ഉണ്ട്. നിന്റെ ഏട്ടന്മാരും അമ്മയും എല്ലാവരും ഉണ്ട് അവിടെ. വേഗം ചെല്ല്. മനഃപൂർവ്വം എല്ലാരും കൂടി ചെയ്ത പരിപാടിയായിരുന്നു. ഞാൻ ചോദിക്കും. എന്ത് ചോദിക്കും? കട പൂട്ടണമെന്നോ? നീ ചെന്ന് പറയുന്ന ഉടനെ അവൻ കട പൂട്ടി താക്കോലെടുത്ത് നിന്റെ തരുവോ? ഇല്ലല്ലോ. ഗോമതി സ്റ്റോർ പൂട്ടിക്കാൻ വേണ്ടിയാ അവൻ ഇന്ദിര സ്റ്റോർ തുറന്നത്. അതാണ് അവന്റെ ഉദ്ദേശം. അതെ, നീയോ ഞാനോ ചെന്ന് പറഞ്ഞാൽ അവൻ കട അടയ്ക്കില്ല. അവന്റെ കട വന്ന് നടത്തട്ടെ. അവന്റെ ആഗ്രഹം പോലെ നമ്മുടെ കട തകർന്ന് നാശമാവട്ടെ, കച്ചവടം കുറയട്ടെ. അതല്ലേ അവന് വേണ്ടത്. ബാലേട്ട, നമ്മുടെ ധർമ്മം നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ. എടോ, എനിക്കിപ്പോ മനുഷ്യരെ മനസ്സിലാവുന്നില്ല. മനുഷ്യനെന്താ ഇങ്ങനെ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാ ഒരു മനസാക്ഷി ഇല്ലാതെ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്. നമ്മുടെ കുടുംബത്തിന് എന്തോ വലിയ ശാപം വന്നിട്ടുണ്ട് ബാലേട്ട. ദേവിയുടെ കാര്യമാണെങ്കിൽ അങ്ങനെയായി. ഇപ്പത്തെ ധർമ്മന്റെ കാര്യവും. ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ നമ്മൾ എന്ത് പാപമോ ചെയ്തത്? അറിഞ്ഞുകൊണ്ട് ഇതുവരെ ഒരാളെ പോലും നമ്മൾ ദ്രോഹിച്ചിട്ടില്ലല്ലോ ബാലേട്ട. അതായിരിക്കുമോ നമ്മൾ ചെയ്ത തെറ്റ്. മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അങ്ങളെ, കൊച്ചച്ഛൻ മനഃപൂർവ്വം ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല. ഇതിന്റെ പിന്നിൽ വേറെന്തോ ഉണ്ട്.